രക്ഷാപ്രവർത്തനം തുടങ്ങാൻ ഒരുപാട് വൈകി എന്നുള്ളൊരു ആരോപണം കുടുംബം പൊതുവെ പറയുന്നുണ്ട്. അതെന്നോടും പറഞ്ഞു. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത് ഇന്നലെ എന്ത് നടന്നു എന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം, ഇന്നിപ്പോൾ എന്ത് നടക്കണം എന്നിപ്പോൾ ആലോചിക്കാം. മറ്റേത് നമുക്ക് സമയമുണ്ട്. ഇന്നിപ്പോൾ ഈ മിനിറ്റിൽ നടക്കേണ്ട കാര്യം പിന്നത്തേക്കായാൽ അവിടെയാണ് നമ്മളെ പാളിച്ച എന്ന ഒരു നിലവിലെത്തുക. അപ്പോൾ ഇപ്പം നമ്മൾ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്, പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ പ്രവർത്തനം ഏറ്റവും ശാസ്ത്രീയവും ഫലപ്രദമായ ഭാഗത്തുള്ള നിർദ്ദേശങ്ങൾ പരസ്പരം കൈമാറി ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. കർണാടക ഗവൺമെൻറ് ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, അത് NDRF-നും SDRF-നും നാവികസേനക്കൊക്കെ അവരുടെ ഒരു പ്രോട്ടോക്കോളുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെ ചെയ്യണം, അത് നമ്മളങ്ങോട്ട് നിർദ്ദേശിക്കാൻ പോകുന്നത് ശരിയല്ല. അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക. നമ്മുടെ ആവശ്യം എന്താണ്? പ്രവർത്തനം വളരെ വേഗത്തിൽ നടക്കണം. ഏത് തരത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനമായാലും ആ പ്രവർത്തനം കാലതാമസമില്ലാതെ സമയബന്ധിതമായി പൂർത്തിയാക്കണം. ഇതിനുള്ള പ്രേരണയും ചർച്ചയും നടത്തുക, അതിനനുസരിച്ചുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് കേരള ഗവൺമെൻറ്റിന് ചെയ്യാനുള്ളത്. ആ കാര്യങ്ങൾ കേരള ഗവൺമെൻറ് ഒരു തരത്തിലുള്ള വീഴ്ചയുമില്ലാതെ മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും പ്രാർത്ഥനയും ശ്രമവും ഫലപ്രാപ്തിയിലെത്തും എന്ന് നമുക്ക് ആശ്വസിക്കാമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അല്ല, അവരെ ആഗ്രഹം ഞാൻ ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെയാണ്. പക്ഷേ ഈ NDRF SDRF എന്ന് പറയുന്നത് പാരാമിലിറ്ററിയാണ്. അപ്പോൾ പിന്നെ അഡീഷണലായിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പം നേവി വന്നു, നേവിക്ക് തിരിച്ചൽ നടത്താനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ചെയ്യാനുള്ളത് ഏറ്റവും അടിയന്തരം എന്ന് പറഞ്ഞാൽ മണ്ണ് നീക്കുക എന്നുള്ളതാണ്. മണ്ണ് നീക്കിയാൽ ലോറിയും വാഹനങ്ങളും ആളെയും കണ്ടു കിട്ടും. മണ്ണങ്ങനെ നിൽക്കുന്നിടത്തൊരു ഏത് സൈന്യം വന്നാലും നമുക്ക് മണ്ണ് നീക്കി താഴോട്ട് വരെ പോയി അവിടെ കണ്ടെത്താൻ കഴിയുമോ, ലോറി കണ്ടെത്താൻ കഴിയുമോ, അതിൽ പെട്ടുപോയ മനുഷ്യരെ കണ്ടെത്താൻ കഴിയുമോ എന്ന ശ്രമമാണ് നടത്തുന്നത്. അതിനുള്ള ഏറ്റവും ഫലപ്രദമായ റെസ്ക്യൂ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണല്ലോ അവർ, നമ്മളെപ്പോലെ തന്നെ. അപ്പം നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷേ അവർ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എന്നോടിപ്പം ചീഫ് സെക്രട്ടറിയും DGP-യും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അവരിൽ വിശ്വസിക്കുക. നമ്മളിപ്പോൾ ആരെയും വിശ്വസിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല.